ജയറാമിന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ. ജയറാം പറഞ്ഞതൊക്കെ പച്ച കള്ളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പൊരുത്തക്കേടുകൾ എന്ന് പറയുമ്പോൾ കള്ളമെന്നാണല്ലോ അതിനർത്ഥം. അതായത് ജയറാമിന് സത്യങ്ങൾ അറിയാമായിരുന്നത് ജയറാം എന്തായിരിക്കും ശബരിമല വിഷയത്തിൽ, പ്രത്യേകിച്ച് ദ്വാരപാലക കട്ടിടപ്പാളി വിഷയങ്ങളിൽ കള്ളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒളിക്കാനുള്ളതുകൊണ്ട്. അതാണ് അതിന്റെ ഒറ്റ വാക്കുള്ള ഉത്തരം. കാരണം ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ, SITയുടെ അന്വേഷണം സുതാര്യമല്ല പറഞ്ഞു. ഇതിനകത്ത് അരിപ്പ വെച്ചിരുന്നതിനകത്ത് ജയറാമിനെ അരിപ്പയ്ക്കകത്തുണ്ടായിരുന്നു മാറ്റി നിർത്തി, തന്ത്രിയെ അരിപ്പയ്ക്കകത്തുണ്ടായിരുന്നു മാറ്റി നിർത്തി, കടകംപള്ളി സുരേന്ദ്രൻ ഒരുപക്ഷെ അരിപ്പയ്ക്കകത്ത് ഉണ്ടായിരിക്കാം. ഇപ്പം ഈ അരിപ്പയ്ക്കകത്തുനിന്ന് മാറ്റി നിർത്തുന്നവരെ ഒരുപക്ഷെ ഇതിനകത്ത് കൊണ്ടുവരേണ്ടതായിട്ട് വരും. കാരണം ഇതിൻ്റെ അന്വേഷണം സമഗ്രമാകുന്നു. ആരന്വേഷിക്കുന്നു? ഒന്ന്, SIT അന്വേഷണത്തിനകത്ത് പൊരുത്തക്കേടുണ്ട്, സംശയമുണ്ടെന്ന് കണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ആക്ഷേപം വരുമ്പോൾ മാധ്യമങ്ങൾ അതിൻ്റെ രീതിയിലൊരു അന്വേഷണം നടത്തുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഗുണം അതാണല്ലോ. മാധ്യമങ്ങൾ സുതാര്യമായാൽ അല്ലെങ്കിൽ പല അഴിമതികളും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ഇതിനകത്ത് മാധ്യമത്തിൻ്റെ ഓരോ മാധ്യമം, റിപ്പോർട്ടർ അതിൻ്റെ പുറകെ പോകുന്നു, ഒരുപക്ഷെ ഏഷ്യാനെറ്റ് പുറകെ പോകുന്നു, മാതൃഭൂമി പുറകെ പോകുന്നു. അപ്പോൾ ഓരോരുത്തരും പുറകെ പോകുന്നു, മത്സരിക്കുന്നു. ആ മത്സരത്തിനകത്ത് അവർ തെളിവുകൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ജയറാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ചാനലാണ് ആദ്യമേ പറഞ്ഞത് ജയറാം ഇതിനകത്ത് പ്രതിയാണ്. ഇതിനകത്ത് കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ജയറാം ഇതിനകത്ത് പ്രതിയാണെന്ന് പറയാൻ കാര്യം ജയറാമിൻ്റെ മൊഴികളിൽ ആദ്യം തൊട്ടേ പൊരുത്തക്കേടുണ്ട്. ജയറാം പറഞ്ഞു, ഞാൻ അതിലേക്കൂടെ പോയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ചോദിച്ചു, എനിക്ക് അയാളുമായിട്ട് പരിചയമുണ്ടായിരുന്നു, ഈ പറയുന്ന സാധനം അവിടെ വെച്ചൊന്ന് വീട്ടിൽ വെച്ച് പൂജിക്കണോ? ഞാൻ പറഞ്ഞു പൂജിച്ചോളൂ. എന്നിട്ട് 100 രൂപ ദക്ഷിണ, 150 രൂപ ദക്ഷിണ കൊടുത്തു. ആരെങ്കിലും വിശ്വസിക്കുന്ന കാര്യമാണോ? കാരണം നമ്മുടെ വീട്ടിൽ ഒരു പറക്കെഴുന്നള്ളത്ത് വന്നാൽ നമ്മൾ തിരുമേനിക്ക് 100 രൂപ കൊടുക്കും. അതായത് നിവർത്തിയില്ലാത്തവൻ, ഒരുപക്ഷെ 3 നേരം വൃത്തിയായിട്ട് ആഹാരം കഴിക്കാൻ ഇല്ലാത്തവൻ പോലും ആ അമ്പലത്തിൽ വരുന്നതായതുകൊണ്ട്, ഭഗവാന്റെ കാര്യമായതുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ദക്ഷിണ കൊടുക്കേണ്ടവർക്ക് ഇത്രയും കൊടുക്കും. ആ സ്ഥാനത്ത് ഒരു സെലിബ്രിറ്റി, അയാളുടെ ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു കാര്യം നേരാമ്പണ്ടമാണെങ്കിൽ പോലും ഈ വലിയ അയ്യപ്പൻ്റെ ആടയാഭരണം, അല്ലെങ്കിൽ അതുപോലെ വലിപ്പമുള്ള ദ്വാരപാല ശില്പോ വാതിൽപ്പടിയോ അല്ലെങ്കിൽ വാതിലോ ഒക്കെ അവിടുന്ന് വരുമ്പോൾ അതിൻ്റെ അനുസരിച്ചൊരു പൂജ നടക്കുമ്പോൾ ആ പൂജയ്ക്കും അതിനുമനുസരിച്ച് വലിയൊരു തുക തന്നെ കൊടുക്കും. കുറഞ്ഞതൊരു 5000 രൂപയെങ്കിലും കൊടുക്കുമോ? കുറഞ്ഞത് 5000 അല്ല, 50,000 അല്ല, 5 ലക്ഷം അല്ലോ മേടിച്ചേക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം അതല്ലായിരുന്നു എന്ന് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു കേട്ടതാണ്, വ്യക്തതയില്ല. ഇതവിടെ വെച്ചിട്ട് ഇതിന് കച്ചവടക്കാരൻ അവിടെ വന്ന് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയായിരുന്നു. ദ്വാരപാല ശില്പവും വാതിൽപ്പൊടിയും അടുത്ത് നിന്ന് കണ്ട് വ്യക്തത വരുത്തി ഇതിൻ്റെ വില നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം പൂജയുടെ മറവിൽ ഒരുക്കാൻ ഏറ്റവും പറ്റിയത് ജയറാമിൻ്റെ വീടാണെന്ന് കണ്ട അത് ചെയ്തതെന്നാണ് പറയുന്നത്. ഇതേ സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ പൂജ നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറൊരു അവിടെ ജയറാമുണ്ട്. ഇതിനകത്ത് വേറൊരു കള്ളത്തരമുണ്ട്. അവിടെ എന്തിനാ ജയറാം പോകുന്നത്? ഇയാളുടെ വീട്ടിൽ വെച്ചിട്ടാണ്. ഇതിനകത്ത് വേറെ കാര്യം പറഞ്ഞു, എൻ്റെ വീട്ടിൽ ദ്വാരപാല ശില്പത്തിൻ്റെ മാത്രമേ നടന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു വട്ടം മാത്രമേ പൂജ നടന്നുള്ളൂ. അല്ല, ദ്വാരപാല ശില്പത്തിൻ്റെയും വാതിൽപ്പടിയും കൂടെ ഒന്നിച്ച് ഒരു വട്ടമേ നടന്നുള്ളൂ. അല്ല, ഇപ്പം അന്വേഷിച്ച് വന്നപ്പോൾ ഇത് 2 വട്ടവും നടന്നു. 2 വട്ടവും വാതിൽപ്പടിയുടേതാണെങ്കിലും വാതിലിൻ്റെതാണെങ്കിലും ദ്വാരപാല ശില്പത്തിൻ്റെ ആണെങ്കിലും 2 പ്രാവശ്യവും ഈ പൂജ അവിടെ നടന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്തിനായി ഈ 2 വട്ടം പൂജ നടത്തും? എന്ത് കുഴപ്പം? നമ്മുടെ വീട്ടിൽ 2 വട്ടമല്ല, ദിവസവും പൂജ നമുക്ക് നടത്താമല്ലോ. ഞാൻ എൻ്റെ വീട്ടിൽ ദിവസവും ഗണപതി ഹോമം നടത്തും. എന്താ കുഴപ്പം? ആർക്കെങ്കിലും പരാതിയുണ്ടോ? എൻ്റെ വീട്ടിൽ ഞാൻ ദിവസവും ഭഗവത്സേവം നടക്കും. ആർക്കെങ്കിലും പരാതിയുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇയാൾ എന്തിനാണ് കള്ളത്തരം പറഞ്ഞത് എൻ്റെ വീട്ടിൽ ഒരു വട്ടേ നടന്നിട്ടുണ്ടെന്ന്? അപ്പോൾ ഇയാൾ പറയുന്നതിനകത്ത് മൊത്തവും പൊരുത്തക്കേട്. പിന്നെ ഇയാളെ അന്വേഷണ സംഘത്തിനകത്ത് അന്ന് നമ്മൾ കേട്ട SITക്കകത്തൊരു ഒരു സങ്കടം. സെലിബ്രിറ്റി അല്ലേ പുള്ളിയെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഇതിനെക്കാട്ടി വലിയ സെലിബ്രിറ്റി ജയറാമിനെ കുനിച്ചു നിർത്തി ഇടിച്ചില്ലേ ഇവിടുത്തെ പോലീസ്? അല്ലെങ്കിൽ എത്രയോ സെലിബ്രിറ്റികളെ ഇതുപോലെ മാൻവേട്ടക്കാരനായിട്ടുള്ള അതിനെക്കാട്ടി വലിയ സെലിബ്രിറ്റിയെ പിടിച്ച് ജയിലിനകത്തിട്ട്. സെലിബ്രിറ്റി ഒന്നുമില്ല, കുറ്റം ചെയ്യുന്നവനെ ആരെയും പിടിക്കും. സെലിബ്രിറ്റി ആയതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ച് ചോദ്യം ചെയ്യും. ഇതുവരെ അയാൾ ചോദ്യം ചെയ്തിട്ടില്ല ഔദ്യോഗികമായിട്ട്. ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരാളെ മാറ്റി നിർത്തിയിരുന്നതുപോലെ പോലീസുകാരൻ്റെ അച്ഛനെ പിന്നെ കോടതി ഇടപെട്ടാണെന്നല്ലോ അകത്ത് കയറ്റിയത്. അല്ലെങ്കിൽ അദ്ദേഹം അതിനകത്ത് കോടതിക്ക് പറയാൻ സാധിക്കുമായിരുന്നു അയാൾ കുറ്റക്കാരനാണ്, അയാൾ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് മെമ്പറിനകത്ത് ഉള്ള ആളാണ്. അതുകൊണ്ട് ഇപ്പോൾ ജയറാമിൻ്റെ കാര്യത്തിന് അങ്ങനെ പറയാൻ പറ്റുമോ? അന്വേഷണ സംഘം കണ്ടെത്തിയതിനകത്ത് ജയറാം ഇല്ലെന്നല്ലേ പറയാൻ നോക്കൂ. അപ്പം ഇപ്പം മാധ്യമങ്ങളിൽ വളരെ കൃത്യമായിട്ട് വരുന്ന ജയറാമിന് ഇതിനകത്ത് കൃത്യമായ പങ്കുണ്ടോ എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകളാണ് വരുന്നത്. അല്ലെങ്കിൽ ജയറാം ഈ കാര്യത്തിനകത്ത് എന്തിനു കള്ളം പറയണം? ഇതിനകത്ത് വേറെ വലിയ ട്വിസ്റ്റ് ഉണ്ട്. അന്വേഷണ സംഘം SIT ശകലം കൂടെ ജാഗ്രത പുലർത്തും. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ. കാരണം ഇതിനകത്ത് അന്വേഷണം ED വന്നിട്ട് വ്യാപകമായിട്ട് അന്വേഷണം തുടങ്ങി വെച്ചു. ഇതിൻ്റെ പുറകെ CBI വരും.
ഇതിന് സൂചന നൽകി പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞല്ലോ. അപ്പം ഇതിനകത്ത് SITക്കകത്ത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നാളെ കാലത്തെ CBIയുടെ വലയിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അവർ നടത്തും. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് അപ്പം ED എവിടെയൊക്കെ അന്വേഷിച്ചു, ED ആരെയൊക്കെ ചൂണ്ടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തെപ്പറ്റി ഏകദേശ ധാരണ SIT കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ മാറ്റി നിർത്തിയവരൊക്കെ ഇപ്പം പുറകെ വരും. അല്ലെങ്കിൽ മാറ്റി നിർത്തിയ തന്ത്രി വന്നതുപോലെ മാറ്റി നിർത്തിയ മന്ത്രിയോ MPയോ MLAയോ അല്ലെങ്കിൽ ഒക്കെ ചിലപ്പം ഇതിനകത്ത് വരും. അതുപോലെ ഈ ജയറാമിൻ്റെ പേര് വന്നല്ലോ, ജയറാമിനെ മാറ്റി നിർത്തി ജയറാമിൻ്റെയും പേര് വരും. അല്ലെങ്കിൽ ഈ ജയറാമിൻ്റെ പുറകിൽ ED ഇപ്പോൾ ആരുടെയൊക്കെ പുറകെ പോയെന്ന് കൃത്യമായിട്ടൊന്നും ഇല്ലല്ലോ. 35 പ്രതികളെ ഉള്ളൂ എന്ന് പറയുമ്പോൾ 50 പ്രതികൾ കാണും. ഈ 35 പേരിലേക്ക് അല്ലെങ്കിൽ അവിടേക്ക് ശ്രദ്ധ പതിക്കുമ്പോൾ ബാക്കിയുള്ളവനെ ഉറ്റുനോക്കി അവൻ്റെ പുറകെ നടക്കുന്നുണ്ടാവും മീഡിയ. അങ്ങനെയാണല്ലോ അന്വേഷണം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ ജയറാം ഉണ്ടോ എന്നറിയാൻ സാധിക്കുന്നില്ല. ഏതായാലും ജയറാമിൻ്റെ പ്രവർത്തികളും ജയറാമിൻ്റെ വർത്തമാനവും അല്ലെങ്കിൽ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള SITക്കകത്തുള്ള നീക്കവും എല്ലാം കൂടെ നോക്കുമ്പോൾ അതിനകത്തൊരു പൊരുത്തക്കേടുണ്ട്. ഇതിനകത്ത് ഒരു കാർട്ടലിനകത്ത് ഇദ്ദേഹം ഉണ്ടോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംശയം ആദ്യ തൊട്ടേ ഉണ്ടായിരുന്നു. എൻ്റെ ജയറാമിനെ വളരെ കൃത്യമായിട്ട് പലരെയും മാറ്റി നിർത്തിയതുപോലെ ജയറാമിനെ മാറ്റി നിർത്തിയോ എന്ന് സംശയിക്കേണ്ടിയിരുന്നു. ഇപ്പം ആ സംശയം ബലപ്പെടുന്ന രീതിയിലേക്കാണ് മാതൃഭൂമി അല്ലെങ്കിൽ ഒക്കെ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വരുന്നതെന്ന് അദ്ദേഹം ദ്വാരപാല ശില്പി ഇതും എല്ലാം ഒരേ സമയത്താണ് നടന്നത്. കാരണം 2019 വാതിൽപ്പടി അഴിച്ചു, ദ്വാരപാല ശില്പം അഴിച്ചു. 3 മാസത്തിന്റെ വ്യത്യാസം, ജൂൺ അല്ലേ, സെപ്റ്റംബർ, ഈ മാസങ്ങളിലാണ്. അപ്പം ഇത് 3 സമയത്താണ് നടന്നിരിക്കുന്നത്. അപ്പം ഇതിന് ഈ പറയുമ്പം ഇതെല്ലാം കൊണ്ടുപോകുമ്പോൾ ജയറാമിൻ്റെ വീട്ടിൽ ഇറക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ ഇറക്കി പോകുന്ന പോലെ അവിടെ ഇറക്കി വെച്ച് പൂജ നടത്തേണ്ട കാര്യമുണ്ടോ? അപ്പം ആ പൂജയുടെ പിറകിൽ ഒരു മോട്ടീവ്, ഒരു ലക്ഷ്യം ഉണ്ട്. അല്ലെങ്കിൽ പൂജ നടത്തി, ശരിയാണ്, എനിക്ക് അയ്യപ്പനോട് താല്പര്യമുള്ള ആൾ, പൂജ നടത്തി, ഞാൻ നല്ലൊരു സംഭാവനയും കൊടുത്തു, അല്ലെങ്കിൽ അവിടത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സ്വർണ്ണം പൂശുന്നതിന് വേണ്ടി ഇത്ര തുക കൊടുത്തു, അതല്ല പറഞ്ഞു. 150 രൂപ, 150 രൂപയ്ക്ക് കല്ലുകുത്തുന്ന പരിപാടിയല്ലേ. കല്ലുകുത്തുകാർ കൊടുക്കണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 50 രൂപ. അപ്പോൾ ഇത് ഇവിടുന്ന് ഉണ്ണികൃഷ്ണൻ ഇത്രയും റിസ്ക് ഉള്ളൊരു സാധനം പുറത്ത് കൊണ്ടുവരുന്ന കോടതി ഡയറക്ഷൻ ഉള്ള സാധനം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ അവിടെ ഇറക്കി വിട്ട്, ഇവനാണെങ്കിൽ ലോകത്തിൽ അയ്യപ്പനെ എല്ലാം കൂടെ വിൽക്കാൻ നടക്കുന്നവനാണ്. ലോകത്തിലെ ഉള്ള കാർട്ടിൻ്റെ മൊത്തം ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അവനാ 150 രൂപയ്ക്ക് ജയറാമിൻ്റെ വീട്ടിൽ ഇറക്കി വെച്ച് പൂജ നടത്തിയേച്ച് പോകുന്നത്. ജയറാമിൻ്റെ വീട്ടിൽ ഇറക്കി നടത്തിയ പൂജയൊന്നുമല്ല, ഈ പറയുന്നത് ഒരു ആക്ഷേപം നേരത്തെ ഉണ്ടായിരുന്നു. ഇത് ആരെയൊക്കെ കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വന്നൊരു കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ ഈ 3 പ്രാവശ്യം അഴിച്ച സാധനം ഇപ്പം 2 വട്ടം പൂജ നടത്തി എന്നുള്ള കാര്യം വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ജയറാമിനെ SIT തൂക്കിയില്ലെങ്കിലും ED തൂക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ രീതിയിലേക്ക് ജയറാമിലേക്ക് വീണ്ടും ശബരിമല കൊള്ള വന്നു ചേരുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.